ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്ന ലൂട്ടിലാണ്. ശ്രീലക്ഷ്മി കുറെ നാളായിട്ട് അവളുടെ വീട്ടിലോട്ട് വരണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഇതാണ് അവൾ താമസിക്കുന്ന സ്ഥലം. ഇവിടെ അവളുടെ വീട് 54 ഗൂഗിൾ ലൊക്കേഷൻ അവൾ അയച്ചത് കണ്ടത്. അങ്ങനെ ഞാൻ 54 ഫ്രണ്ടിൽ എത്തി. അങ്ങനെ ഞാൻ ബെല്ലടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ആ ഫ്ലൈറ്റ് പോകണം കണ്ടത്. ഇവിടെ ഈ ലൂട്ടൺ എയർപോർട്ട് തൊട്ട് പറ്റിയതുകൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ ശരിക്കും താഴ്ത്ത് പോകണം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബെല്ലടിച്ചിട്ട് കുറെ നേരമായിട്ട് റെസ്പോണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 49 അവളുടെ വീട്ടിൽ നമ്പർ. ഭാഗ്യം അവർ തല്ലാഞ്ഞത്. അങ്ങനെ ഞാൻ അവന്റെ ഫ്രണ്ട് വന്നപ്പോൾ അവൾ വീട് തുറന്ന് വെൽക്കം ചെയ്യുന്ന കാഴ്ച കാണുന്നത്. അങ്ങനെ നേരെ ചെന്ന് ചെല്ലുമ്പോൾ തന്നെ അവൾ എന്തോ കാര്യമായിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല പുട്ടും പിന്നെ എനിക്ക് നല്ല കല്ലുമേക്കായ റോസ്റ്റുമാണ് അവൾ എനിക്ക് തന്നത്. അവളുടെ വരുംകാല അമ്മായിയമ്മയുടെ റെസിപ്പിയാണെന്നാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കോഴിക്കോടൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കല്ലുമേക്കായ കഴിച്ചപ്പോൾ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും അവൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയായപ്പോൾ പിന്നെ എന്താ വീണ്ടും ഫുഡ് കഴിക്കാനിരുന്നു. മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ ഇതാ കാണുന്ന അച്ചാർ. ഇത് മാങ്ങ അച്ചാറൊന്നുമല്ല, ഇവിടുത്തെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പറിച്ചെടുത്ത ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. ആപ്പിളിന്റെ അച്ചാർ വേറെ ലെവലാ. ശരിക്കും മാങ്ങയായിട്ട് നല്ല സാദൃശ്യം തോന്നുന്നു ഇതിന്റെ ടേസ്റ്റ്. ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഇതാ ബ്ലാക്ക്ബെറി കണ്ടത്. ബ്ലാക്ക്ബെറി ആണെങ്കിൽ അത് ശരിക്കും റെഡ് കളർ ആയിട്ടേ ഉള്ളായിരുന്നു. ശരിക്കും പഴുത്ത് കഴിയുമ്പോഴാണ് അത് നല്ല ബ്ലാക്ക് കളർ ആവുന്നത്. അങ്ങനെ നല്ല ചൂടായതുകൊണ്ട് ഒരു ഐസ്ക്രീം മേടിച്ച് ഞങ്ങളങ്ങ് കഴിച്ചു. സത്യം പറഞ്ഞാൽ ലണ്ടനിൽ ഇപ്പോൾ ചൂട് 30 ഡിഗ്രി വരെ ഉണ്ട് കേട്ടോ. അവൾ എന്നെ കൊണ്ട് വന്ന് ഇവിടുത്തെ ഒരു പാർക്ക് കാണിക്കാനായിട്ടാണ്. പാർക്ക് കുറച്ച് ശരിക്കും വേനലായതുകൊണ്ട് ഭയങ്കര ഡർട്ടി ആയിട്ട് കിടപ്പുണ്ടെങ്കിലും പക്ഷേ ഇവിടെ കുറച്ച് അന്തേവാസികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് അണ്ണാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ പാർക്ക് നല്ലതായിട്ട് തോന്നുന്നത് വിന്റർ സീസണിലായിരിക്കും. ജിമ്മിൽ പോയി കാലം പറഞ്ഞാൽ അവിടെയുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഞാൻ ആ വിഷമം അങ്ങ് തീർത്ത്. അത് കണ്ടിട്ട് ഒരാൾ കയറി നിന്ന് തിരിക്കാൻ നോക്കി നടന്നില്ല. സത്യം പറഞ്ഞാൽ നല്ല ബോറടിച്ച് നല്ല പ്രാന്ത് പിടിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേക്കും ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം ആശാശ്വിൻ.